ഹരേ കൃഷ്ണ. രാധേ രാധേ. പൂർണ്ണ ശരണാഗതി, അതാണ് പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രൻ എന്ന ഗജശ്രേഷ്ഠൻ വരുണൻ്റെ ഉദ്യാനത്തിൻ്റെ സരസിൽ കളിക്കാനും കുളിക്കാനും ഇറങ്ങിയ വേളയിൽ എപ്പോഴോ വലിയൊരു മുതല ഗജേന്ദ്രനെ പിൻകാലിന്മേൽ കടിച്ചു വലിച്ചു. പിടിയാനകളും കൂട്ടാനകളും ഗജേന്ദ്രനെ രക്ഷിക്കാൻ ആവതും ശ്രമിച്ചെങ്കിലും അതിശക്തനായ മുതലയുടെ പിടി വിടുവിക്കാൻ സാധിച്ചില്ല. കൂട്ടുകാരെല്ലാം സഹതപിച്ച് കാലം കഴിച്ചു. 1000 സംവത്സരം ആനയും മുതലയും തങ്ങളുടേതായ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്പരം പോരാടി. ഗജേന്ദ്രൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങിയ വേളയിൽ എപ്പോഴോ സകല ചരാചരങ്ങളുടെയും അധിപതിയായ കരുണാനിധിയായ ഭഗവാനല്ലാതെ തനിക്കിനി രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ ഗജേന്ദ്രൻ ഭഗവാനെ വിളിച്ചു കേഴുന്നു. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഗജേന്ദ്രൻ തൻ്റെ ജീവിതം ഭഗവാനായി സമർപ്പിക്കുന്നു. അഹങ്കാരത്തിൻ്റെ സകലാംശങ്ങളും അവസാനിച്ച ഗജേന്ദ്രൻ നിർഗുണ ബ്രഹ്മത്തെയാണ് വർണ്ണിച്ച് സ്തുതിച്ചത്. ഭഗവാൻ ഗജേന്ദ്രൻ്റെ മുൻപിൽ ചക്രായുധധാരിയായി ഗരുഡൻ്റെ പുറത്ത് ആ സരസിന് മുകളിലായി എഴുന്നള്ളുന്നു. അഖില ഗുരു ഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് തുമ്പിക്കൈയിൽ ഉയർത്തിയ താമരപ്പൂ കൊണ്ട് ഭഗവാനെ ആരാധിച്ചു. കാരുണ്യവാരിധിയായ ഭഗവാൻ താഴേക്കിറങ്ങി വന്ന് ഗജേന്ദ്രനെ മുതലയിൽ നിന്നും രക്ഷിക്കുന്നു. അഹങ്കാരന്ധകാരത്തിൽ അകപ്പെട്ട് ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ, എനിക്ക് കഴിയാത്തതൊന്നുമില്ലെന്ന ബോധ്യത്തിൽ ഭഗവാനെ തള്ളിപ്പറഞ്ഞ് ലൗകിക ജീവിതത്തിൽ മുങ്ങിക്കളിക്കുമ്പോൾ സ്വന്തങ്ങളും ബന്ധങ്ങളും എന്തിനും കൂട്ടായി നിൽക്കുമ്പോൾ ഭഗവാനെ അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകുന്നു. ഗജേന്ദ്രനെ പോലെ തലയെടുപ്പുള്ളപ്പോൾ കളിച്ചും പൊരുതിയും കാലം കഴിക്കുമ്പോൾ പെട്ടെന്നു പലരും കൈവിട്ടു പോകുമ്പോൾ സ്വന്തങ്ങളും ബന്ധങ്ങളും മിഥ്യയാണെന്നറിയുമ്പോൾ സകലതും മറന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ ശരണാഗതിയിലാണ് ആ യാത്ര അവസാനിക്കുന്നത്. ആകാശത്തു നിന്നും ആ ചിറകടി ശബ്ദം നമുക്കും ശ്രവിക്കാം. സാക്ഷാൽ ശ്രീഹരി പൊന്നുണ്ണിക്കണ്ണൻ ചക്രായുധധാരിയായി പ്രത്യക്ഷപ്പെട്ട് ഗജേന്ദ്രനെ എങ്ങനെ രക്ഷപ്പെടുത്തിയോ അതുപോലെ നമ്മളെയും രക്ഷിക്കും. ഭഗവാനെന്ന പരമദിവ്യോത്തമ പുരുഷനിൽ അഭയം തേടൂ. കഴിഞ്ഞുപോയ കാലങ്ങൾ നഷ്ടപ്പെട്ടതോർത്ത് ഒട്ടും ദുഃഖിക്കേണ്ട. ഇന്ന് ഈ നിമിഷം മുതൽ ഭഗവാനിൽ അഭയം പ്രാപിക്കൂ. കാരുണ്യസാഗരമാം കണ്ണനാമുണ്ണിക്ക് മനസ്സാകുന്ന താമരപ്പൂ സമർപ്പിക്കൂ. അനുഭവിച്ചറിയാം ആ ദിവ്യകരങ്ങളുടെ സ്പർശന സായുജ്യം. ഹരേ കൃഷ്ണ. രാധേ രാധേ.